ഹലോ, ബേസിക് മാത്സിന്റെ അടുത്ത പാർട്ട് നോക്കാം. സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ ഭിന്നസംഖ്യകളെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തത് 2/8. എടാ, ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രാക്ഷനെ നമുക്ക് ചെറുതാക്കി എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇവിടെ നോക്കിയേ, മേളില് 2ഉം തറയില് 8ഉം അല്ലേ? ഇവിടെ മേളില് 2ഉം തറയില് 8ഉം. ഈ രണ്ട് നമ്പറിനെയും നമുക്കൊരു സെയിം നമ്പർ കൊണ്ട്, നമുക്കൊരു കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതെന്താകും? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, 2, 8. ഈ രണ്ട് നമ്പറിനെയും നമുക്ക് കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇതിപ്പോ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ എന്താണ്, വലിയ വലിയ ഫ്രാക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏത് നമ്പർ കൊണ്ട് രണ്ട് നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകണമെങ്കിൽ എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞാലേ നമുക്ക് വേറെ വേറെ ഫ്രാക്ഷൻസ് തരുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമുക്ക് 2/8നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. അപ്പൊ എന്ത് കിട്ടും? 2/2 1 ആണ്. 1/8/2 4 ആണ്. അപ്പൊ നമുക്ക് എന്താണ്, 2/8നെ സിംപ്ലിഫൈ ചെയ്ത് 1/4 എന്ന് എഴുതാൻ പറ്റും. ഈ രണ്ട് നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം, 3/15. ഇവിടെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും? മുകളില് 3, താഴെ 15. ഈ രണ്ട് നമ്പറിനെ നമുക്ക് സെയിം കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഏത് നമ്പർ ആയിരിക്കും? 3ഉം 15ഉം. ഈ രണ്ട് നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3/3 ചെയ്യാം. 15നെയും എന്താണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 3/3 1/15/3 എത്രയാണ്? 5 അല്ലേ? അപ്പൊ നമുക്ക് 1/5 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അടുത്തത് 12/48. 12/48. ഈ രണ്ട് നമ്പറും ഈവൻ നമ്പർ അല്ലേ? 12ഉം 48ഉം ഈവൻ നമ്പർ അല്ലേ? ഇരട്ടയക്ക സംഖ്യ അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12/2 ചെയ്യാം. 48നെ എന്താ, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടും? 12/2 6/48/2 24 ആണ്. ഇവിടെ നോക്കിയേ 6/24 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. 6 എന്താണ്? 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. 24 എന്ന് പറയുന്നതും ഈവൻ നമ്പർ അല്ലേ? അപ്പൊ നമുക്ക് ഇനിയും ഇതിനെ എന്താണ്, 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6/2 ചെയ്യാം. 24/2 ചെയ്യാം. ഈ രണ്ട് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 6/2 3/24/2 എത്രയാണ്? 12 അല്ലേ? 3/12 എന്ന് കിട്ടിയില്ലേ? ഇനിയും നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 3നെയും 12നെയും നമുക്ക് കോമൺ ആയിട്ട്, 2നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3/3 12/3. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 3/3 1/12/3 4. 1/4 എന്ന് കിട്ടും. നോക്കിയേ, ഈ 12/48നെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി?
1/4 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിന്നപ്പോ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണ്ടി വന്നുള്ള ആൻസറിലേക്ക് എത്താൻ? 1 2 3 സ്റ്റെപ്പ് വേണ്ടി വന്നല്ലേ നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. അതെങ്ങനെ കിട്ടൂടാ? ഇവിടെ 12/48 അല്ലേ, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് ഈ 12/48 കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ രണ്ട് നമ്പറിനെയും ആദ്യം തന്നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാമെന്ന് മനസ്സിലാവും. അപ്പൊ എന്ത് കിട്ടൂടാ? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. 12/48 നമ്മൾ ആദ്യം തന്നെ ഈ രണ്ട് നമ്പറിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ എന്ത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടിയാൽ 12 ഡിവൈഡഡ് ബൈ 12 1 1/48 ഡിവൈഡഡ് ബൈ 12 3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടിയാൽ 1/3 എന്ന് കണ്ടോ. ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അടുത്തത് 6/18. ഇവിടെ നോക്കിയേ, ഈ രണ്ട് നമ്പറും ഈവൻ നമ്പർ അല്ലേ, ഇരട്ടയൊക്കെ സംഖ്യ അല്ലേ, 6ഉം 18ഉം ഈ രണ്ട് നമ്പറും ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് 2 കൊണ്ട് മുകളിലും തറയിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്യണം, അത് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താല്? ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? മുകളിലും തറയിലും 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. നോക്കിയേ, 6 ഡിവൈഡഡ് ബൈ 6 18 ഡിവൈഡഡ് ബൈ 6 എന്ത് വരും? 6 ഡിവൈഡഡ് ബൈ 6 1/18 ഡിവൈഡഡ് ബൈ 6 3 1/3 എന്ന് വരും. ഓക്കെ, പെട്ടെന്ന് കിട്ടിയില്ലേ? ഇവിടെ 1/4 ആണ്, ഇവിടെ 1/4 ആണ്. 48 ഡിവൈഡ് ബൈ 12 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ എന്താണ്? 1/4 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് 12/48. 12ഉം 42ഉം നമുക്കിവിടെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 ഡിവൈഡഡ് ബൈ 6 42 ഡിവൈഡഡ് ബൈ 6. 12 ഡിവൈഡഡ് ബൈ 6 2 ആണ്. 2/42 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 7 വരും. 2/7. ഓക്കെ, അടുത്തത് 20/18. അവിടെ നമുക്കിവിടെ ഈ രണ്ട് അല്ലെ, ഈ മുകളിൽ ഒരു 0 ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. ഈ തറയിലെ 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 2/8 എന്ന് വന്നില്ലേ, ബാക്കി 2/8 ഇല്ലേ. 2/8നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/8നെ നമുക്ക് എങ്ങനെ എഴുതാം? മുകളിൽ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടും? 2 ഡിവൈഡഡ് ബൈ 2 1/8 ഡിവൈഡഡ് ബൈ 2 4 1/4 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 15 ഡിവൈഡഡ് ബൈ 65. ഇവിടെ നോക്കിയടാ, ഇവിടെ 5 അല്ലേ, ഇവിടെയും 5 അല്ലേ. അപ്പൊ ഈ രണ്ട് നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15 ഡിവൈഡഡ് ബൈ 5 65 ഡിവൈഡഡ് ബൈ 5. 15 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 3 അല്ലേ. അപ്പൊ 3/65 ഡിവൈഡഡ് ബൈ 5 ചെയ്താല് നമുക്ക് 13 കിട്ടും, 13 കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 3/13 എന്ന് വരും. ഓക്കെ, അടുത്തത് 27/45. ഇവിടെ നോക്കിക്കോണേ, ഇവിടെ നമുക്ക് ഈ നമ്പറൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കും, പെട്ടെന്ന് നമുക്ക് കത്തത്തില്ല ഏത് നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമെന്ന്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചെടുക്കുക. ഈ രണ്ട് നമ്പർ എന്താണ്? 9ന്റെ മൾട്ടിപ്പിളിലുള്ളതാണ്. 9ന്റെ മൾട്ടിപ്പിളിലുള്ളതാണ് ഈ രണ്ട് നമ്പറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് ഈ രണ്ട് നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ട് നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടുമെന്ന് നോക്കിയേ, 27 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 3 ആണ്. 3/45 ഡിവൈഡഡ് ബൈ 9 എത്രയാണ്? 5 അല്ലേ. ഇപ്പൊ എന്ത് കിട്ടൂടാ? 3/5 എന്ന് വരും. ഓക്കെ, അടുത്തത് 9/15. 9/15 എന്ത് ചെയ്യും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മുകളിലും താഴെയും
3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 9 ഡിവൈഡഡ് ബൈ 3 3 എന്ന് വരും. 3 ബൈ 15 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 5 അല്ലേ? അപ്പൊ 3 ബൈ 5. ഓക്കെ. ലാസ്റ്റത്തത് 4 ബൈ 16. സിമ്പിൾ. രണ്ടിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ട് നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 ബൈ 4 എത്രയാണ്? 1 അല്ലേ? 1 ബൈ 16 ഡിവൈഡ് ബൈ 4 4 ആണ്. 1 ബൈ 4 എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നല്ല രീതിയിൽ അറിയണം. അതറിഞ്ഞാൽ നമുക്ക് ഏത് ഫ്രാക്ഷൻ തന്നാലും നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ.